കുറേ നാളായില്ല എൻ്റെ ഫോട്ടോ കണ്ടിട്ട്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കാത്തുവിൻ്റെ കുട്ടികളും കൂടിയുണ്ട്. ഇതാരാട്ടിക്കോ. അപ്പം ഇവർക്ക് നമ്മൾ ഇപ്പം ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തൂന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവർക്ക് മീൻ, കറിയിലത്തെ മീൻ, കാച്ചുമീൻ കൊടുക്കാൻ പാടില്ല. അപ്പം കറിയിലത്തെ മീൻ നമ്മൾ കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം എത്ര കുട്ടികൾ കഴിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അമ്മനെ മാറ്റിയെത്തിന് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കല്ല ഭക്ഷണം കൊടുക്കുന്നത്. 4 പിള്ളേർക്കും ഭക്ഷണം കൊടുക്കുമ്പം അമ്മച്ചി പറയും അവർ കഴിക്കൂല, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കഴിച്ചു തീർക്കും. അപ്പം അമ്മക്ക് യാതൊരു കാരണം വെച്ചാൽ ആ ഫുഡിന്ന് പങ്കുവെച്ച് കൊടുക്കുന്നില്ല. അമ്മയ്ക്ക് വേറെ കുറേ ഫുഡ്സൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ. അത് വെച്ച് അമ്മ തൃപ്തിപ്പെട്ടിട്ടെ. അപ്പം നമ്മളിത് കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം നമുക്ക് നേരെ ചലഞ്ചിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ കുട്ടികൾ പുറത്തുണ്ട് കേട്ടോ. അനിയന് കുട്ടികളെ കളിപ്പിക്കുകയാണ് കേട്ടോ. 4 എണ്ണം ഇവിടെ ഉണ്ട്. ഒന്നത് അവിടെ എന്തോ ഇതാക്കിയാണ്. മിക്കു മിക്കു മോൾ. അപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് ചാടിയിട്ടു അവിടെ വിട്ടോ, മിട്ടു ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മിക്സി അമ്മനെ കാണണം ഉള്ളി ചാടിയിട്ടുണ്ട്. ഞാൻ അവരുടെ ഫുഡ് എടുത്തിട്ട് വരുന്നു കേട്ടോ. ഇച്ചിരി ഫുഡുള്ളൂ കേട്ടോ. ഇവർക്ക് അങ്ങനെ കുറേയൊന്നും കൊടുക്കാനായിട്ടില്ല. അപ്പം മിക്സി നേരത്തെ കഴിച്ചത് കൊണ്ട് മിക്സിക്ക് കുറച്ച് ഫുഡേ വെച്ചിട്ടുള്ളൂ. ബാക്കി 3 പേർക്കും കുറച്ച് അധികം ഫുഡ് വെച്ചിട്ടുണ്ട്. മിക്സി നേരത്തെ ഒരു ഭാഗം കഴിച്ചു, മീനിൻ്റെ ഒരു ഭാഗം കഴിച്ചു. അപ്പം അധികം കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മിക്സിക്ക് കുറച്ചും ബാക്കി 3 പേർക്കും കുറച്ച് കൂടുതലും കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നാമത് കഴിച്ചുകൊണ്ട് ആ കുട്ടിക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ മിക്സിക്ക് തന്നെ കൊടുക്കുന്നതാണ്. മിക്സി കഴിക്കുന്ന നോക്കിക്കോ. മിക്സി കഴിക്കുന്ന നോക്കിക്കോ. ബാക്കി 3 പേരും എന്താണ് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്സിക്കുട്ടി എല്ലാം കഴിച്ച് തീർത്തു കേട്ടോ. നമ്മുടെ മിക്സിക്കുട്ടി ഇവിടെ വെച്ചതെല്ലാം കഴിച്ച് തീർത്തു. ഇനി നമുക്ക് അടുത്ത ആളെ കൊണ്ടുവരാം. നമ്മൾ മിക്സിനെ കൊണ്ടുവന്നുകൊണ്ട് അടുത്ത മിട്ടുവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മിട്ടുവിനെയാണ് കൊണ്ടുവന്നത്. അവനിക്ക് കൊടുത്തു. അവനുള്ള ഓഹരി അവൾക്ക് കൊടുത്ത് മണപ്പിച്ച് നോക്കി നക്കിയാണ് ഇവൻ. അപ്പോൾ അവനുള്ള ഓഹരി ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് അവള് തിന്ന സന്തോഷത്തിൽ കൈയും വായെല്ലാം വൃത്തിയാക്കിയാണ്. കൈയും വായും എല്ലാം വൃത്തിയാക്കിയാണ്. അപ്പം നമ്മൾ മിട്ടും അവിടെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കൊടുത്ത ഓഹരിന്ന് നക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മിട്ടുവിൻ്റെ ഓഹരി കൊടുക്കാം. മിട്ടുക്ക് കുറച്ച് വലുതാണ് ഉള്ളത്. അപ്പം മിട്ടു അവിടെ എന്താ ചെയ്യുന്നത്? മിട്ടു വന്ന് കഴിക്കേ. വാ വാ വാ. മിക്സിയാണ് വരുന്നത്. മിക്സി നിനക്കുള്ളത് കൂടുതലാണ് എനിക്ക് കിട്ടിയത്. അപ്പം നീ കഴിക്കടാ. വാ 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 കഴിച്ചോ. ദൈവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. മിക്സി പറഞ്ഞു എനിക്ക് വേണ്ട, നീ കഴിച്ചോ. അപ്പം മിക്സി നല്ല വരികയാണ്. എനിക്കും കിട്ടും. നീ കഴിച്ചോ, എനിക്ക് എൻ്റെ നിന്ന് അടി കിട്ടും. നീ കഴിക്കടാ. ഇവനക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കഴിക്ക് ഇന്ന നമുക്കറിയാം പൊളിച്ചു കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടിട്ട് എത്തിയൊക്കെ വന്നു. ഞാൻ പായിച്ചു കേട്ടോ. ഇവിടെ മിട്ടു കഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ടിക്കുനെ അടുത്തതായിട്ട് മിട്ടുവിൻ്റെ ഭക്ഷണം ടിക്കു കൊടുത്തു നോക്കാം. ടിക്കു കാര്യമായിട്ട് മണപ്പിക്കുന്നുണ്ട്. അപ്പം ടിക്കു തിന്നുന്നുണ്ടോ നോക്കാം നമുക്ക്. തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ ഇന്ന് തിന്ന് നോക്കിയിട്ട് കാര്യമില്ല. നോക്ക് തിന്നുന്നേ ഇല്ല. എന്ത് പിന്നെ നിനക്ക് വേണ്ടേ? മീനൊന്നും വേണ്ടേ? അടുത്തതായിട്ട് മിക്കുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കു. അപ്പം എനിക്ക് തോന്നുന്നത് ഗേൾസാണ്. നീ ഇവിടെ കൂടാൻ വരണ്ട കേട്ടാ. ഒന്ന് ഗേൾസാണ് അധികം കഴിക്കുന്നതെന്നു. അപ്പം ബോയ്സ് ഒന്നും കഴിച്ചിട്ടില്ല.
അപ്പോൾ ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം പായനെയാണ് ഇവിടെ കൊണ്ടാക്കിയിട്ടാകുമ്പോൾ എല്ലാം പായനെയാണ്. അപ്പം മിക്സി മാത്രമേ ഉള്ളൂ നമ്മുടെ മീൻ തിന്നാൻ. അപ്പോൾ എല്ലാം നോക്കും പായനെയാണ് കേട്ടോ. ഇതാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മിക്സിക്ക് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് മിക്സി. ഇതാ കണ്ടോ, മിക്സി നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ ഗെയിമിൽ വിന്നർ മിക്സിയാണ്. അപ്പം മിക്സിക്ക് വേണ്ടി എല്ലാവരും വിന്നർ മിക്സി എന്നിട്ട് കൈയടിക്കുക കമൻറ്റ് ബോക്സിൽ.